വർഷങ്ങൾക്ക് ശേഷം ഞാൻ പഴയ ഒരു നിവിൻ പോളിയെ കണ്ടു. ഞാൻ സംസാരിക്കുന്നത് സർവ്വമായ എന്ന ഫിലിമിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന അജു വർഗീസ്, നിവിൻ പോളി, ജനാർദ്ദന്, അങ്ങനെ പുതുമുഖ ഒരു നായിക, നമ്മുടെ പേര് ഞാൻ മറന്നുപോയി, അവരൊക്കെ വരുന്ന ഒരു നല്ല സിനിമ. ഒരു ക്രിസ്മസ് ന്യൂ ഇയർ കാലഘട്ടത്തിൽ ഫാമിലിയോട് കൂടി പോയി കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ് ഈ സർവ്വമായ. ഒരല്പ പ്രേതകഥ ചിന്തിപ്പിക്കുകയും അതുപോലെ ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു ഫിലിം. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തട്ടത്തിൽ മറിയാത്ത് കണ്ട പോലെയും പ്രേമം കണ്ട പോലെയും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. എവിടെയോ നഷ്ടപ്പെട്ടു പോയ നിവിൻ പോളിയെ തിരിച്ചു കിട്ടിയ ഒരു സന്തോഷം നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടും കേട്ടോ. അതുകൂടാതെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കോംബോ ആണ് കേട്ടോ ഈ നിവിൻ പോളി, അജു വർഗീസ് ഒക്കെ. ഈ ലാലേട്ടൻ, ജഗതി, ഇങ്ങനെയൊക്കെ പറയുമല്ലോ നമ്മൾ, ജഗതി ശ്രീകുമാർ, അതുപോലെയൊക്കെയുള്ള ഒരു സന്തോഷമാണ് ഇവരെ നമുക്ക് ഒരു സ്ക്രീനിൽ കാണുമ്പോൾ എനിക്ക് കിട്ടാറ്. അതുകൊണ്ട് തന്നെ ഈ കോംബോ 100% ഈ ഫിലിമിൽ വർക്കായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇതിൽ കൂടുതൽ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഒന്നും വെച്ചിട്ടുള്ളൊരു ഫിലിം റിവ്യൂ അല്ല കേട്ടോ. ഒരു സാധാരണക്കാരൻ ഒരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു അഭിപ്രായം എന്നുള്ളത് മാത്രമാണ്. ഒരു 100-250 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒരു സാധാരണ പ്രേക്ഷകന് പറയാനുള്ള കാര്യം മാത്രം. ഒരു 150-200 രൂപ കൊടുത്ത് നമ്മൾ കയറി ഫിലിം കണ്ടു കഴിഞ്ഞാൽ അത് വർത്താണോ, നമുക്ക് ഓക്കെ ആണോ എന്ന് തോന്നുന്നതിൽ ഞാൻ പൂർണ്ണമായിട്ടും സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവർക്കും ഈ വെക്കേഷൻ സമയത്ത് ഈ ഒരു ടൈം പോയി ഫാമിലിയോട് കൂടി, അത് ചെറിയ കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിട്ട് എല്ലാവരോടും കൂടി ഇരുന്ന് ഫിലിം കാണാൻ പറ്റുന്ന ഒരു വൈബുള്ള ഒരു ഫിലിം തന്നെയാണ്. അതുകൂടാതെ ഇതിൻ്റെ ഓരോ സ്ക്രീൻ ബൈ സ്ക്രീനൊക്കെ ഉണ്ട്. കാരണം നമ്മളെ നാട്ടിൻപുറം അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന സ്ഥലങ്ങൾ അതുപോലെയൊക്കെ തോന്നുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. കാരണം വെച്ചാൽ നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റാത്ത, കാരണം വെച്ചാൽ നമ്മളൊരു പഴയ ഫിലിമിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ കാണുന്ന ഒരു പഴയ കാലഘട്ടത്തെ ഫിലിമിലൊക്കെ നമ്മൾ കാണുന്ന നാട്ടിൻപുറം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോശമില്ലാത്തൊരു രീതി, ഒരു വൈബ്, ഒരു നല്ലൊരു ഇതാണ്. കാരണം എനിക്ക് ഞാൻ പറഞ്ഞത് നമുക്ക് ഇഷ്ടപ്പെടുന്ന പോകുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് നടക്കുന്ന, നമുക്ക് അറിയാൻ പറ്റുന്ന സ്ഥലത്ത് നടക്കുന്ന പോലത്തെ ഒരു കാര്യം അങ്ങനെ ഫ്രീ ആയി എൻജോയ് ചെയ്ത് കാണുന്ന വരുന്ന ഫിലിമാണ്. പിന്നെ ഞാൻ ഈ ഫിലിം കണ്ടത് തലശ്ശേരി വെച്ചാണ്, തലശ്ശേരി ലിബർട്ടിയിൽ വെച്ചിട്ട്. തലശ്ശേരിയിൽ ഏറ്റവും നല്ലൊരു തിയേറ്ററാണ് ലിബർട്ടി എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഒരു സാധാരണ ഒരു തിയേറ്റർ അത്രേ പറയാൻ പറ്റൂ. കാലഘട്ടത്തിനനുസരിച്ച് വലിയൊരു മാറ്റമൊന്നും തിയേറ്ററിനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ചും കൂടി ബെറ്റർ ആവണമായിരുന്നു തിയേറ്റർ എന്നും കൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഫിലിം കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഫാമിലി ആയിട്ടാണ് ഫിലിം കണ്ടത്, ഫാമിലിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്തരത്തിൽ എല്ലാവരുടെയും ഒരു അഭിപ്രായത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഫിലിം റിവ്യൂ ചെയ്യുന്നത്. കാരണം അധികം ഫിലിമും നിവിൻ പോലും അധികം ഫിലിം ഞാൻ തിയേറ്ററിൽ പോയിട്ട് കാണാറുണ്ട്. പക്ഷേ ആദ്യ കാലഘട്ടത്തിൽ ഫിലിം അല്ലാതെ പിന്നീടുള്ള ഓരോ ഫിലിമുകളും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം ഞാൻ പ്രതീക്ഷിക്കുന്ന നിവിൻ പോലും എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത്തരത്തിലുള്ള നല്ല സ്റ്റോറി ആയിരുന്നില്ല. പക്ഷേ ഈ ഫിലിം നമ്മളൊരു ടിക്കറ്റ് എടുത്ത് പോയി കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, ഹാപ്പി, നമുക്ക് ആ 2.5 മണിക്കൂർ ഓക്കെയാണ്, നമ്മൾ സന്തോഷിച്ചു, നമ്മൾ കൊടുത്ത പൈസയൊക്കെ ഓക്കെയാണ് എന്നൊക്കെ തോന്നുന്ന ഏറ്റവും നല്ലൊരു ഫിലിമായിരിക്കും ഈ സർവ്വമായ ഫിലിം. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയി ഫിലിം കാണാൻ. ഫിലിം കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഉള്ളതായി ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് കൂടുതൽ ടെക്നിക്കൽ സ്പെസിഫിക്കേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫിലിം റിവ്യൂ അല്ല. ഒരു സാധാരണ ഒരാൾ കാണുന്ന ഫിലിം കണ്ടാൽ എന്താണ് അവരുടെ അഭിപ്രായം, അത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ഞാൻ അടുത്തൊരു ഫിലിം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. ബൈ.